കേരളത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം ഇപ്പോൾ ഓഫ്ലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി നേടുവാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് മതി, ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. വീഡിയോ കണ്ട് മനസ്സിലാക്കുക എങ്ങനെ അപേക്ഷിക്കണം. ഇതിൽ കൺസേൺ സർട്ടിഫിക്കറ്റ്, അതായത് 18 വയസ്സിൻ്റെ താഴെയുള്ളവർ ഡോക്യുമെൻറ്റ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അതൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ കൃത്യമായി വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ഫുള്ള് കാണാതെ പോയി കഴിഞ്ഞാൽ ഈയിടെ നമ്മുടെ മെയിലൊക്കെ കുറച്ച് പേര് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. SSC-GDൻ്റെ എക്സാമിന് പോകുന്ന സമയത്ത് 2 അഡ്മിറ്റ് കാർഡ് എടുക്കാൻ വിട്ടുപോയി. നമ്മളത് വീഡിയോയിൽ കൃത്യമായി പറഞ്ഞതാണ്. 2 അഡ്മിറ്റ് കാർഡ് എന്തായാലും എടുക്കണം. ഒന്ന് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്, മറ്റൊന്ന് അവരവിടെ വാങ്ങി വെക്കും. അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ കണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു പിഴവും വരാതെ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ആയാലും മറ്റുള്ള എക്സാം ആയാലും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എനിവേ, നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓഫ്ലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അഗ്നിവീർ നോൺ കോമ്പാക്റ്റ് പോസ്റ്റിലേക്ക് കേരളത്തിൽ ഉൾപ്പെടെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കേരളത്തിലും നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരമാണ് ഇതിലൂടെ വന്നിട്ടുള്ളത്. എവിടെയാണോ നിങ്ങൾക്ക് താല്പര്യം അവിടത്തേക്ക് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ എന്ന് പറയുന്നത്, ഏകദേശം ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24 ഫെബ്രുവരി 2025 അതിന് മുൻപായിട്ട് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ അപേക്ഷകൾ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അപേക്ഷിക്കേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് 13 ജൂലൈ 2004 മുതൽ ഏകദേശം 3 ജാനുവരി 2008 വരെ. ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 3 ജൂലൈ 2004 3 ജാനുവരി 2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർ അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. അതുപോലെ അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. 10ാം ക്ലാസ് മതി അപേക്ഷിക്കാനെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 152 സെൻറ്റിമീറ്റർ ഉയരം വേണം, 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കണം. വെയിറ്റ് എന്ന് പറയുന്നത് പ്രപ്പോർഷനേറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഹൈറ്റിനും ഏജിനും പ്രപ്പോർഷനേറ്റ് ആയിരിക്കണം. തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ജോബ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഹോസ്പിറ്റാലിറ്റി സ്ട്രീമും ഉണ്ട്, ഹൗസ് കീപ്പിംഗ് സ്ട്രീമും ഉണ്ട്. ഇത് മൊത്തത്തിൽ നിങ്ങളൊന്ന് നോക്കുക. അതായത് ക്ലീനിങ് ജോബും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇൻഡിവിജ്വൽ ഈസ് എക്സ്പെക്റ്റഡ് ടു പെർഫോം ഓൾ ദി ജോബ്സ് ടാസ്ക് അസോസിയേറ്റ് വിത്ത് കുക്കിംഗ്, അതുപോലെ തന്നെ കിച്ചൺ മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്തിട്ടാണ്. ഓഫ്ലൈൻ അപേക്ഷയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് മുന്നോട്ടേക്ക് പറയാം. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട സ്ഥലങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് എവിടെ വേണോ, ഏത് സ്ട്രീമിൽ വേണോ എന്നുള്ളത് നോക്കിയിട്ട് അപേക്ഷിക്കാം. ഇത് പോസ്റ്റൽ അഡ്രസ്സാണ്. ഇനി തിരുവനന്തപുരം ഒക്കെ ആകുമ്പോൾ ഡ്രോപ്പ് ബോക്സ് അഡ്രസ്സ് ഉണ്ടാവും, ലൊക്കേഷൻ ഉണ്ടാവും. ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വളരെ പെട്ടെന്ന് അവിടെ എത്തുന്നതായിരിക്കും. എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ദൂരെയൊക്കെ ആകുമ്പോൾ ഈ ഒരു പോസ്റ്റൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടുള്ള വേക്കൻസിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ട്രിവാൻഡ്രം ഇവിടെയുണ്ട്. ട്രിവാൻഡ്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോസ്റ്റൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. ഹൗസ് കീപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മറ്റൊരു ഒഴിവും കൂടി വന്നത് കാണാൻ സാധിക്കും. സ്റ്റേഷൻ കമാൻഡർ എന്ന് പറഞ്ഞിട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ തിരുവനന്തപുരം, അവിടത്തേക്കുള്ളത് കാണാൻ സാധിക്കും. ഈ ഒരു പോസ്റ്റൽ അഡ്രസ്സിലേക്കാണ് അതിനെ അപേക്ഷിക്കേണ്ടത്. അതും ഹൗസ് കീപ്പിംഗ് പോസ്റ്റിലേക്ക് തന്നെയാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അഗ്നിവീർ പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 4 ഇയറിലേക്ക് നിങ്ങളെ അഗ്നിവീറിന് വേണ്ടിയിട്ടാണ് ഇതിലൂടെ ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ്, 6 മാസത്തിൽ പഴക്കമില്ലാത്ത പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് അയക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ അയക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്ലൈറ്റ് പിടിച്ചിട്ട് അതിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കി ഇതൊക്കെ അതിൻ്റെ കൂടെ വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ 18 വയസ്സ് തികയാത്തവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള രേഖകൾ ഹാജരാക്കണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതായത് കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് പേരൻസിനെ കൊണ്ടോ ഗാർഡിയനെ കൊണ്ടോ നിങ്ങൾ സൈൻ ചെയ്ത് അയക്കേണ്ടതായിട്ടുണ്ട്. 18 വയസ്സിൻ്റെ താഴെയുള്ളവരെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 4 വർഷത്തേക്കുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എലിജിബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലീവ് 30 ദിവസമാണ് ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാവുക. ബാക്കി പേ ആൻഡ് അലവൻസും കാര്യങ്ങളൊക്കെ ഇവിടെ 13ാമത്തെ പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അഗ്നിവീറിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ്. ഇത്ര ഒരു എമൗണ്ട് തരും, അതിൽ നിശ്ചിത പെർസെൻറ്റേജ് ഗവൺമെൻറ് പിടിക്കും. ലാസ്റ്റ്
നമ്മൾ ഇറങ്ങി വരുമ്പോൾ എല്ലാം കൂടി ഒരു എമൗണ്ട് ആയിട്ട് നമുക്ക് തരും, ഇങ്ങനെയാണ് പറയുന്നത്. സോ ഇനി ഇതിനെ അപേക്ഷിക്കുന്നവർക്ക് ആദ്യം പരീക്ഷ ഉണ്ടാവുക. പരീക്ഷേൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1600 മീറ്റർ ഓട്ടം 6 മിനിറ്റ് 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓടി തീർത്തണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുഷപ്പ്, അതുപോലെ സിറ്റപ്പ്, സ്ക്വാട്സ്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. സോ അപേക്ഷിക്കുന്നവർ ഈ ഒരു നോട്ടിഫിക്കേഷനും കൂടി ഡൗൺലോഡ് ചെയ്ത് റീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഗ്നിവീർ പോസ്റ്റാണ്, 4 വർഷത്തേക്കുള്ള പോസ്റ്റാണെന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിന് അപേക്ഷിക്കേണ്ട ഫോമും കൂടി നോക്കാം. ആ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. സോ ഇതാണ് അപേക്ഷാ ഫോം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. ഈ ഫസ്റ്റ് റോൾ നമ്പർ എന്നുള്ളതിൽ നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ രജിസ്ട്രേഷൻ നമ്പർ, ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സ്ട്രീം അപ്ലൈഡ് ഫോർ എന്ന് പറയുമ്പോൾ ഏത് സ്ട്രീമിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങൾ എന്തായാലും എഴുതണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതായത് ഇവിടെ ഒരു ഉദ്യോഗാർത്ഥി എന്ന രീതിയിൽ നിങ്ങൾ എഴുതേണ്ടതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നെയിം ഓഫ് ആപ്ലിക്കൻറ്റ്, നിങ്ങളുടെ പേര്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ ആധാർ നമ്പർ തുടങ്ങിയ ഓരോ കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ഫാദർ നെയിം, മദർ നെയിം, അതുപോലെ തന്നെ ഫാദറിൻ്റെ ജോലിയും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് വായിച്ചു നോക്കുക. അത് കൃത്യമായിട്ട് ഇവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി. പിന്നെ 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ 10ാം ക്ലാസ് നിർബന്ധമായിട്ട് വേണം. 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ്, +2 ഉണ്ടെങ്കിൽ +2ൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം. ലാംഗ്വേജ്, റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഏതൊക്കെ ലാംഗ്വേജ് പറ്റും അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ട്, അതായത് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസേൺ സർട്ടിഫിക്കറ്റ് 18 വയസ്സിൻ്റെ താഴെയുള്ള ബിലോ ഉള്ളവരാണെങ്കിൽ അത് പാരൻസിനെ കൊണ്ട് ഇവിടെ സൈൻ ചെയ്ത് വാങ്ങേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ 18 വയസ്സിൻ്റെ മുകളിലുള്ളവരാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ സിഗ്നേച്ചർ കൊടുത്താൽ മതി എന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതായത് ഫോട്ടോ ഒട്ടിക്കുക, പിന്നെ സ്ട്രീം അപ്ലൈഡ് ഫോർ, ഉദ്യോഗാർത്ഥിൻ്റെ പേര്, ആധാർ കാർഡ് നമ്പർ, കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. നിങ്ങൾ എല്ലാം കൊടുക്കാൻ നിൽക്കണ്ട, നിങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരാണ് ചെയ്യേണ്ടത്. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യേണ്ടത്. ഈ ഒരു അഡ്മിറ്റ് കാർഡും ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും കോപ്പി എടുത്ത് ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കൺസേൺ സർട്ടിഫിക്കറ്റ് ആരൊക്കെ എങ്ങനെ അയക്കണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട. 18 വയസ്സിൻ്റെ താഴെയുള്ളവരാണെങ്കിൽ ഇത് ഫില്ല് ചെയ്യണം, 18 വയസ്സിൻ്റെ മുകളിലുള്ളവരാണെങ്കിൽ ഇത് ഫില്ല് ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്ത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട.